റമദാനുമായിട്ട് റിലേറ്റ് ചെയ്ത് പല സ്റ്റുഡൻസും പല കൺസേൺസും പറയാറുണ്ട്. എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിച്ചതുപോലെ നന്നായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമോ? എൻ്റെ ബ്രെയിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുമോ? അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ടയേർഡായിട്ട് മാറില്ലേ? എങ്ങനെയാണ് റമദാനിൽ പഠിക്കുക എന്നൊക്കെയുള്ള കൺസേൺസ് പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റമദാനിൽ കറക്റ്റായിട്ടുള്ള ചില കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുന്ന ഒരു മന്ത്. നിങ്ങൾ ബാക്കിയുള്ള മന്തുകൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഹാബിത് പാലയിൽ റമദാനിൽ ഏത് രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ആണ് നമ്മൾ നിലനിർത്തേണ്ടത്, എങ്ങനെ നമുക്ക് റമദാൻ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം, അതുപോലെ തന്നെ നമ്മുടെ പഠനവും ഹൈലി ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ചില ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സയൻറ്റിഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ BDNF എന്നുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോട്ടീനിന് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അത് ബ്രെയിനിൻ്റെ ഒരു ഫെർട്ടിലൈസർ ആണ് എന്നാണ്. നമ്മുടെ ബ്രെയിന് വളരെയധികം പവർഫുള്ളായിട്ട് നിൽക്കാനും വളരെ ഫോക്കസ് ചെയ്യാനും നമ്മുടെ ഫാസ്റ്റിംഗ്, നമ്മുടെ നോമ്പ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി, നമുക്ക് ക്ലാരിറ്റി കൂടുമെന്നുള്ളതാണ്. സാധാരണ ദിവസങ്ങളിൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എനർജി, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എനർജി ഡൈജഷൻ പ്രോസസ്സിന് വേണ്ടി വളരെയധികം നീക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് ആ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നത് കാരണം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ബ്രെയിനിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് കൂടുതൽ ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചില ചീത്ത സെല്ലുകൾ അത് റീപ്ലേസ് ചെയ്തിട്ട് നല്ല സെല്ലുകൾ, ഓട്ടോഫാഗി എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഈ മോഷൻ സെല്ലുകൾ, ചീത്ത സെല്ലുകൾ മാറിയിട്ട് നല്ല സെല്ലുകൾ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ പവർഫുള്ളായിട്ട് നമുക്ക് ബ്രെയിനിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ സ്പിരിച്വലി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പഠനത്തെ അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പഠനത്തിലൂടെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ നില നമ്മൾ മെച്ചപ്പെടുത്തുകയും നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവർക്ക് പല സഹായങ്ങളും പല കോൺട്രിബ്യൂഷനും നൽകാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠനത്തെ എടുക്കുന്ന സമയത്ത് നമ്മുടെ പഠനത്തിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠനം എന്ന് പറയുന്നതിന് നമ്മളൊരു ആരാധനയായിട്ട് നമ്മൾ കരുതണം എന്നുള്ളതാണ്. പഠനത്തെ കേവലമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതുപരി ഞാൻ പഠിക്കുന്നത് എനിക്കും അതുപോലെ തന്നെ എൻ്റെ സൊസൈറ്റിക്കും പോസിറ്റീവായുള്ള രീതിയിലുള്ള നന്മകൾ ചെയ്യാനാണ് എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ പഠനം എന്നുള്ളത് അതൊരു വേർഷിപ്പായിട്ട്, അതൊരു ആരാധനയായിട്ട് മാറും എന്നുള്ളതാണ്. റമദാനിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഡബിളാണ് അല്ലെങ്കിൽ 10 മടങ്ങാണെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഈ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് 100% ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ റമദാനിൽ സെൽഫ് കൺട്രോള് കൂടുമെന്നുള്ളതാണ്. പിശാചിനെ കെട്ടിയിടുന്ന സമയമാണ്, നരകത്തിൻ്റെ വാതിലുകൾ അടക്കുന്ന സമയമാണ്, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന സമയമാണെന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫ് കൺട്രോള് നല്ലോണം കൂടും. നോർമലി നമ്മൾ സോഷ്യൽ മീഡിയയിലും ഫോണിലൊക്കെ അനാവശ്യമായിട്ട് കളയുന്ന സമയങ്ങളൊക്കെ മാറിയിട്ട് ആ സമയമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പഠനത്തിലേക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിലുണ്ടാകുന്ന റിസൾട്ട് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് പഠനത്തെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് പിന്നിലുള്ള നെയ്യത്ത്, ഇൻറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റമദാനിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോഴും, അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, സമൂഹത്തെ സഹായിക്കുക. ആ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ആ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ റിവിഷൻ നടത്തുന്നതെങ്കിൽ, ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ മാലാഖമാർ നമ്മുടെ
സഹായിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രാർത്ഥനകൾ സ്വീകരിക്കണം എന്ന് പറയാൻ നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ മാലാഖമാർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ദിവസവും ഡിഫറൻ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷനോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളെ പഠനത്തെ ആ രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ സ്റ്റുഡൻസിന് വരുന്ന വല്ലാത്തൊരു അബദ്ധം അല്ലെങ്കിൽ വല്ലാത്തൊരു ചാലഞ്ചസ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ്. പ്രധാനമായിട്ടും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ ജ്യൂസുകൾ, നല്ല ഷുഗറൊക്കെ ഉള്ള ജ്യൂസുകൾ, വെറൈറ്റി ഓഫ് ജ്യൂസുകൾ ഉണ്ടാകും, അതെല്ലാം നമ്മൾ കഴിക്കും. അത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകുകയും നല്ലൊരു ഉന്മേഷം ഉണ്ടാകുകയും ചെയ്യുമെങ്കിലും നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് നമ്മൾ വല്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഉറക്കം വരികയും മടി വരികയും ഉറക്കം വരികയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇഫ്താറിൻ്റെ സമയത്ത് നല്ലവണ്ണം ഷുഗർ ചേർത്തിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ കുറക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഇഫ്താറിൻ്റെ സാഹചര്യത്തിലൊക്കെ കാണുന്ന നോർമലായിട്ട് കാണുന്ന ഈ പൊരിച്ചത് അതുപോലെ സ്പൈസി പോലെയുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു മടി വരും, ഉറക്കം വരും, നമ്മൾ പെട്ടെന്ന് തന്നെ സ്ലീപ്പിലേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് അധികമുള്ള മധുരമുള്ള പലഹാരങ്ങൾ, അതുപോലെ നല്ലോണം പഞ്ചസാര ചേർത്ത ജ്യൂസ്, അതുപോലെ ഫ്രൈഡ് ഐറ്റംസ്, സ്പൈസി, ഇതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്ന് ലൈറ്റായിട്ട് മാത്രം ഫുഡ് കഴിക്കുകയും അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം 1 മണിക്കൂറിനോ 1.5 മണിക്കൂറിനോ ഒക്കെ ശേഷം നോർമലി നമ്മൾ കഴിക്കുന്ന പോലെയുള്ള ഒരു ഡിന്നർ കഴിക്കുകയാണ് വേണ്ടത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്യുന്ന മറ്റൊരു അബദ്ധമുണ്ട്, നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഒരുപാട് നല്ല ദാഹമുണ്ട് എന്ന് കരുതി ഒരുപാട് വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കഴിക്കാനും കഴിയില്ല. അത് മാത്രമല്ല നമ്മൾ പെട്ടെന്ന് ക്ഷീണം നമുക്ക് പിടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം കുടിക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്നുള്ളത് നോമ്പിൻ്റെ രാത്രി പഠനവുമായി റിലേറ്റീവ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൽ ഏകദേശം ഒരു 75% വെള്ളമാണുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിനുവേണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സെല്ലിൽ തങ്ങി നിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടവേളകളിൽ 1 മണിക്കൂർ വിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോമ്പിന് തയ്യാറെടുക്കുന്ന നമ്മുടെ അത്താഴമാണ്. അത് നമ്മൾ ആ ഒരു 3 മണി മുതൽ 5 മണി വരെ ഇടയിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ കഴിച്ചിരിക്കണം. മിക്കവാറും സ്റ്റുഡൻസിൽ കാണുന്ന പ്രവണത ഈ ഒരു ഫുഡ് അവർ സ്കിപ്പ് ചെയ്യും. അവർക്ക് ആ സമയത്ത് എഴുന്നേൽക്കാനുള്ള മടി കൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല, മിക്കവാറും സ്റ്റുഡൻസ് ഇത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ അത്താഴത്തിൽ നമുക്ക് സ്റ്റഡിയായി കുറേ നേരം എനർജി കിട്ടുന്ന ഓട്സ് അല്ലെങ്കിൽ കോഴിമുട്ട അല്ലെങ്കിൽ പാൽ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ആയിട്ട് എനർജി കിട്ടുന്ന ഫുഡുകൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഇതൊരിക്കലും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് പോവാം. സ്റ്റഡി പ്ലാനിൽ നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ 4 മണി മുതൽ 5 മണി 6 മണി 7 മണി 8 മണി ഈ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാൻ ഈ ഒരു സമയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സമയമായിട്ട് ഇതിന് നിങ്ങൾ നീക്കി വെക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ നല്ലവണ്ണം എനർജി ഉണ്ടാവുകയും ബ്രെയിന് വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുകയും നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒരു 4 മണിയോ അല്ലെങ്കിൽ ഒരു 5 മണി മുതൽ ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 10 മണി വരെയുള്ള സമയം, ഈ സമയത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സാധാരണ സമയങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ നിങ്ങളൊരു 3 മണിക്കൂർ എന്താണോ പഠിക്കുന്നത് അതിനേക്കാൾ ഡബിള് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ 3 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ച കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറോളം പഠിച്ച അത്ര ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന ഈ കോഡ് ഓഫ് കോണ്ടാക്ട് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ രാവിലെ പഠിക്കാനിരിക്കുന്നതെങ്കിൽ ഒരു 4 മണി 5 മണി 6 മണി 7 മണി 8 മണി ഒരു 9 മണി ഇങ്ങനെ 6 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് 5 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു 10 മണിക്കൂർ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് റമദാനിൻ്റെ സമയത്ത് സ്റ്റുഡൻസ് എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്താഴത്തിന് മുമ്പ് 1 മണിക്കൂറോ അരമണിക്കൂറോ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് അത്താഴത്തിന് ശേഷം ഒരു 9 മണി വരെ ഒരു 10 മണി വരെ നീണ്ടു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ആ സമയത്തെന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വലി നമ്മൾ നോക്കുന്ന സമയത്തും വളരെ ഇഫക്റ്റീവായിട്ടുള്ള സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഉത്തരം നൽകുന്ന സമയമാണ്. ദൈവം വന്നിട്ട് നമ്മോട് ചോദിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ദൈവം വന്നിട്ട് ചോദിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ, നല്ല ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിന് കറക്റ്റായിട്ട് അത് അബ്സോർബ് ചെയ്യുകയും അത് നന്നായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ വേണമെങ്കിൽ ചെറിയൊരു പവർ നാപ്പ് എടുക്കാം. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങളൊരു സ്ലൈറ്റായിട്ട് ഉറങ്ങാൻ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിന് വല്ലാത്ത രീതിയിൽ എനർജി കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾ കുറേ നേരം കിടന്നുറങ്ങരുത്. രാവിലെ നിങ്ങൾ അത്താഴം കഴിച്ച് എന്നിട്ട് കിടന്നുറങ്ങി ഒരു 11 മണിക്കൊക്കെ എഴുന്നേറ്റ് അല്ലെങ്കിൽ രാവിലെ 8 മണിക്കൊക്കെ എഴുന്നേറ്റ് പിന്നെ പഠിക്കുക എന്നുള്ള രീതി മാറ്റണം. എപ്പോഴും സ്റ്റുഡൻസ് ഉണ്ടാകുന്ന വല്ലാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിച്ച് വീണ്ടും കുറേ നേരം കിടന്നുറങ്ങി പിന്നെ ഒരു 7 മണിക്കോ 8 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് പഠിക്കാൻ ആരംഭിക്കും. ഇത് നിങ്ങളുടെ ബോഡി വല്ലാത്ത രീതിയിൽ ടയേർഡാകും എന്നുള്ളതാണ്. അസറിന് ശേഷം നിങ്ങളുടെ ബോഡി അല്പം ടയേർഡായിട്ട് മാറും. ആ സമയത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതിന് പകരം നേരത്തെ രാവിലെയൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ഒരു റൗണ്ട് ആയിട്ട് മാറും. നമ്മുടെ ബ്രെയിന് നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്ത് അത് നല്ലോണം റീറ്റെയിൻ ചെയ്ത് അത് ലോങ് ടേം മെമ്മറിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല രീതിയിൽ റീകോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോ പഠനവും, നിങ്ങളുടെ ഓരോ വായനയും, നിങ്ങളുടെ ഓരോ പ്രോബ്ലം ചെയ്യലും, നിങ്ങളുടെ ഓരോ റിവിഷൻ അതൊക്കെ ഒരു വലിയ ഇബാദത്തായിട്ട് കരുതുകയും അതിന് ഇൻറ്റൻഷൻ കറക്റ്റായിട്ട് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലുണ്ടാകുന്ന പ്രോഗ്രസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും എന്നതാണ് റമദാനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ റമദാനിനെ നമ്മുടെ മൈൻഡിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് നടക്കുക. നിങ്ങൾ റമദാൻ വരുന്ന സമയത്ത് അത് എന്നെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക, എൻ്റെ പഠനത്തെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക, എനിക്ക് ശരിക്കും പഠിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ഇട്ടുതരും എന്നുള്ളതാണ്. അപ്പോൾ റമദാനിൽ ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളെ പഠനം ഇഫക്റ്റീവാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്